മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തോട് സമാപിക്കും. ഇതിന്റെ അതിപ്രധാനമായ ലക്ഷ്യം ഒന്ന് നാം ഇന്ത്യക്കാരാകുന്നു. ഇന്ത്യയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും നാം ഒന്നായി പ്രവർത്തിക്കണം. ജാതിമത ഭേദമന്യേ യാതൊരു കാര്യവുമില്ലാതെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിൽ നാം ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിൽ കടന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന വൈദേശികരുടെ യാതൊരു ആവശ്യവും ഇന്ത്യ രാജ്യത്തിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ല സുഭദ്രമായ ഭരണഘടനയുണ്ട്, ഏറ്റവും നല്ല നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് സമാധാനമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സമാധാനമുണ്ട്. അതുകൊണ്ട് വൈദേശികർ ഇവിടെ കടന്നുകയറ്റം നമ്മുടെ രാജ്യത്തിന് ആവശ്യമേ ഇല്ല. ഇവിടെ നമ്മുടെ സംവിധാനങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. മുസ്ലിംകൾ എപ്പോഴും അതിന്റെ മുൻപന്തിയിലായിരിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുകളോട് ഞാൻ ഈ കഴിഞ്ഞ 8-9 ദിവസത്തെ യാത്രയിൽ മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ മുംതാസ് സാഹിബ് വായിച്ചു കേൾപ്പിക്കുന്നതും ആണ്. എന്നാൽ പ്രധാനമായി പറയാനുള്ള